ദിവസത്തേക്കുള്ള കർക്കിടക കഞ്ഞിക്കുള്ളതാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. അതിനുവേണ്ടി നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് 3 ദിവസത്തെ കഞ്ഞിയാണ് കേട്ടോ. 1.5 കിലോ ഞവര അരിയും, പിന്നെ 100 ജീരകം, 100 ആശാളി, 100 ഉലുവ, പിന്നെ 3 വട്ട എടുത്തിട്ടുള്ളത്. 3 ഇത് വട്ടാണ്, നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം നല്ലതാണ്. പിന്നെ നെയ്യ്, പിന്നെ ബാക്കിയുള്ളത് പച്ചമരുന്നാണ്. പച്ചമരുന്ന് സെക്ഷൻ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഒരലിൽ ഇടിച്ച് പിഴിഞ്ഞാണ് പച്ചമരുന്ന് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് തേങ്ങ ഒരെണ്ണം വേണം. ഓക്കെ, ഈ വലിപ്പത്തിലുള്ള ഒരു തേങ്ങ മതി ഒരു കഞ്ഞിക്ക്. പേരുടെ കഞ്ഞിക്കുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതിൽ ഞാൻ ഒരു വലിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ നാഴി അളവിൽ 1.5 നാഴി ഞവരയുണ്ട്. പിന്നെ ഇത് 2 പിടി ആശാളി, ഇത് 1.5 പിടി ഉലുവ, പിന്നെ 1 ടേബിൾ സ്പൂൺ ജീരകം. അതിൽ നമ്മൾ ഒരു വട്ട് ചേർക്കും. ഇത് നമ്മൾ വെള്ളത്തിൽ കുതിർത്തി അരച്ച ഇതിൻ്റെ പാലാണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ കാണിക്കാം. അതാണ് 4 പേർക്കുള്ള അരിയുടെ അളവാണിത്. അതേപോലെ 3 ദിവസത്തേക്കുള്ളതാണ് ഞാനിവിടെ സെപ്പറേറ്റ് മാറ്റി വയ്ക്കും. അപ്പം ഇത് നമുക്ക് 3 ദിവസത്തേക്ക് ഇത്രയും പേർക്കുള്ള കഞ്ഞിക്കൂട്ടാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ കർക്കിടകത്തിൽ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ വാതപ്രതിരോധത്തിനും ശരീരത്തിൻ്റെ എല്ലുകൾക്കും അസ്ഥിക്കൊക്കെ നല്ല ഗുണമുള്ളതാണ് ഈ കഞ്ഞിക്കൂട്ട്. ഇതിൻ്റെ പുറകെ ഇതിൻ്റെ പച്ചമരുന്ന് സെക്ഷനിലേക്ക് നമുക്ക് പോകാം.